ജീവനും രക്തവും ദാനമായി നൽകി. നമ്മുടെ പൂർവികർ നേടിയെടുത്ത അമൂല്യമായ സ്വാതന്ത്ര്യ ലബ്ധിയുടെ 79ാം വാർഷികത്തിൽ കാലം എത്തി നിൽക്കുന്നു. ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാനും ഇവിടെയുള്ള സമ്പത്ത് കൊള്ളയടിക്കാനും കുശാഗ്ര ബുദ്ധിക്കാരായ ബ്രിട്ടീഷുകാർ ഈ മണ്ണിൽ നടാൻ ശ്രമിച്ച വിഷവിത്തായിരുന്നു മതവർഗീയത. 1857 സ്വാതന്ത്ര്യ സമരത്തിന് തിരികൊളുത്തിയ മംഗൾ പാണ്ഡെയും ഭഗത് ഖാനും തൊട്ട് അതിനെ വിജയത്തിന്റെ വിന്നിക്കൊടിയിലെത്തിച്ച മഹാത്മാഗാന്ധിയും ഖാൻ അബ്ദുൽ ഗഫാർ ഖാനും അടക്കം ജാലിയൻ വാലാബാഗിലും വാഗൺ ട്രാജഡിയിലും ശ്വാസം മുട്ടിയും വെടിയേറ്റും പിടഞ്ഞു മരിച്ച ധീരദേശാഭിമാനികളായ രക്തസാക്ഷികൾ ബ്രിട്ടീഷുകാരൻ വിതച്ച മതവർഗീയത എന്ന ആ വിഷവിത്തിനെ വളരാൻ അനുവദിച്ചില്ല. ഗോഡ്സെ എന്ന നരാധമന്റെ വെടിയേറ്റ് വീഴുന്നതുവരെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന ലോകം വാഴ്ത്തിപ്പാടിയ ഇന്ത്യയുടെ പിതാവ് ആ വർഗീയ വിഷത്തെ മനുഷ്യ സ്നേഹമെന്ന ആന്റി വനം കൊണ്ട് പ്രതിരോധിച്ചു. വർഗീയ വിഷവിത്തുകൾ വൻമരങ്ങളായി മാറാൻ വെമ്പൽ കൊള്ളുന്ന വർത്തമാനകാലത്ത് നമ്മെ നാമാക്കിയ ഇന്നലകൾ വിസ്മരിക്കപ്പെടാതിരിക്കട്ടെ. ജയ 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 ഹേ.